യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സർവശക്തനും അത്യുന്നതനുമായ ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കാത്തവരായി നമ്മിൽ ആരുണ്ട്? സ്വപുത്രനെ പോലും നമുക്ക് ബലിയായി നൽകിയ ആ നല്ല പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആർ എനിക്കെതിരെ നിൽക്കും? എന്നാൽ തൻ്റെ തന്നെ അകൃത്യങ്ങൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നു എന്നതാണ് സത്യം. ദൈവത്തിൻ്റെ കരം പിടിക്കുവാനും അവിടുത്തോട് ചേർന്നിരിക്കുവാനും വിശുദ്ധി പ്രാപിക്കുവാനും നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമുക്കായി വചനം പങ്കുവെച്ച് നൽകുന്നത് കരീസ് ഭവനിൽ നിന്നും ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മിശിഹായിലേറ്റ സ്നേഹം നിറഞ്ഞ ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ഈ ദിവസം നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ദൈവവചനം പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 31-ാമത്തെ വചനമാണ്. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ നാം ആര് നമുക്ക് എതിര് നിൽക്കും? ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുന്ന, വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട വചനം ഇതാണ്: ദൈവത്തെ ഞാനും നിങ്ങളും നമ്മുടെ പക്ഷത്ത് നിർത്തണം. ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മളെ അയച്ചവൻ നമ്മുടെ പക്ഷത്ത് നിന്നാൽ ആർക്കും നമുക്കെതിരെ നിൽക്കാനായിട്ട് സാധിക്കില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല ആളുകളും ദൈവത്തെ പക്ഷത്ത് നിർത്താൻ വേണ്ടി, ദൈവത്തെ തങ്ങളോട് കൂടെ നിർത്തുവാൻ വേണ്ടി പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ കേൾക്കുക, അറിയുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടല്ല, കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടല്ല, നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, അതിനാൽ ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. നമ്മുടെ അകൃത്യങ്ങൾ വഴിയായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഞാനും നിങ്ങളും അങ്ങനെ അകന്നു പോകുമ്പോൾ കർത്താവിനെ നമുക്ക് നമ്മുടെ പക്ഷത്ത് നിർത്താൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ, നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധനായവനെ കൂടെ നിർത്തുവാനുള്ള വിശുദ്ധി നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയാണ് ദൈവത്തെ കൂടെ നിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹ പറയുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. നമ്മുടെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്താൻ. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമയിൽ ഈശോ പഠിപ്പിക്കുന്നതും ഇപ്രകാരമാണ്: ധൂർത്തപുത്രൻ അവൻ തനിക്ക് ഉള്ളതെല്ലാം വാങ്ങി പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പലതും നഷ്ടമാവുകയാണ്.
അവനവൻ്റെ പിതാവിൻ്റെ സാമീപ്യം നഷ്ടമാകുന്നു, അവനവൻ്റെ സഹോദരൻ്റെ സാമീപ്യം നഷ്ടമാകുന്നു, അവൻ്റെ കയ്യിൽ കിട്ടിയ സമ്പത്തിൻ്റെ അളവ് കുറയുന്നു, അവൻ്റെ സന്തോഷങ്ങൾ കുറഞ്ഞു വരുന്നു. അവസാനം അവൻ എത്തിച്ചേരുന്നത് ഒരിക്കലും അവൻ എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത പാടില്ലാത്ത പന്നിക്കൂട്ടിലേക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അടയാളമാണ്. ഇനി തിരിച്ചു വരുന്ന വ്യക്തിക്ക് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, തിരിച്ചു വരുന്നവന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് തിരിച്ചു വരുമ്പോൾ തനിക്കുള്ളത് അവനുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്ന് പറയുമ്പോൾ ദൈവത്തെ പക്ഷത്ത് നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുതപിച്ച് മടങ്ങി വരിക എന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. എൻ്റെയും നിങ്ങളുടെയും അടുത്തു നിന്നും ദൈവം എങ്ങോട്ടും പോയിട്ടില്ല. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. നമ്മളാണ് ദൈവത്തിൽ നിന്നും അകലേക്ക് പോകുന്നത്. ഇനി ദൈവത്തിൽ നിന്ന് അകലേക്ക് പോകുന്ന വ്യക്തി ആ അകലം തിരിച്ചറിയുവാനായിട്ട് എന്താണ് അതിനുള്ള മാർഗം? നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങളും ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നതും കുറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം ചിലതൊക്കെ നേടിയെടുക്കാൻ പറ്റുമ്പോൾ ദൈവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട, അതായത് കൃത്യസമയത്ത് എത്തിക്കേണ്ട സഹായം, കൃത്യസമയത്ത് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ഭാഗ്യമെന്ന് വിളിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്നും നമ്മൾ അല്പമെങ്കിലും അകന്നു പോയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് അകലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപങ്ങളാണ്. ദൈവം തൻ്റെ മക്കളെ ഈ ഭൂമിയിലേക്ക്, നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് ആദത്തെയും ഹവ്വയെയും അയച്ചതുപോലെ തന്നെയാണ്. അവർക്ക് ഈ ഭൂമിയുടെ ഏറ്റവും ഭൂരിഭാഗം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കാനും സന്തോഷം അനുഭവിക്കാനും സമാധാനം അനുഭവിക്കാനും എല്ലാം സ്വന്തമാക്കാനുമുള്ള അവകാശം കൊടുത്തിട്ട് ചില കാര്യങ്ങൾ, അതായത് അവന് അല്ലെങ്കിൽ അവൾക്ക്, അവൻ്റെയും അവളുടെയും ജീവിതത്തിൽ അപകടം സംഭവിക്കാമെന്ന് കരുതുന്ന, പിശാചു വഞ്ചിക്കാൻ സാധ്യതയുള്ള മേഖലകളെ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൂടിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നമ്മൾ കാണുന്നത് വളരെ പ്രധാനമായും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് കൽപ്പനകളായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. ചെയ്യാനുള്ള കൽപ്പനകളുമുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൽപ്പനയായിട്ട് നൽകിയിട്ടുണ്ട്. എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് പ്രിയപ്പെട്ടവരെ, ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള കൽപ്പനകൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്: നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ഇനി അനുദപിച്ച് മടങ്ങി വരുന്ന വ്യക്തിക്കാണ് സൗഭാഗ്യങ്ങളും ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും ഒക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ 56-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവത്തെ പക്ഷത്ത് നിർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എത്രയോ പേര് സാക്ഷ്യങ്ങൾ പറയുന്നു, എത്രയോ പേര് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് കേൾക്കുകയും കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനുള്ള മറ്റൊരു മാർഗം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയും, എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷങ്ങളിൽ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. നമ്മൾ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഒരുപക്ഷെ അവന് വരാനുള്ള ആ ഒരു സാഹചര്യമൊക്കെ കുറവുള്ള സ്ഥലമാണ്. കാരണം ജനക്കൂട്ടത്തിന് നടുവിൽ യേശു കടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി അവിടെ എത്തിപ്പെടാനായിട്ട് എത്രമാത്രം റിസ്ക് അവൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും റിസ്ക് എടുത്ത് കഷ്ടപ്പാട് സഹിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഈ കുഷ്ഠരോഗി, ഇങ്ങനെയാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: അവൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി താണു വീണ് അപേക്ഷിച്ചു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവനും മരണത്തിനുമിടയിൽ ഒരുപക്ഷെ മറ്റുള്ളവരാൽ കല്ലെറിയപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു നിമിഷാർദ്ധത്തിലാണ് അവൻ നിൽക്കുന്നത്.
എത്തിപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലാണെന്നുള്ള ഒരേ ഒരു യോഗ്യത മാത്രമാണ് അവൻ്റെ മുമ്പിലുള്ളത്. യേശു കൂടി കൈവിട്ടാൽ, ഈശോ അവനെ അവഗണിച്ചാൽ, ഒരുപക്ഷെ കാണാതെ പോയാൽ അവന് ലഭിക്കാവുന്നത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക എന്നുള്ള ശിക്ഷയാണ്. കാരണം ഒരു കുഷ്ഠരോഗി സമൂഹ മധ്യത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. പക്ഷേ അവൻ്റെ ആ നിലവിളി കർത്താവ് കേട്ടു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ബർത്തേമിയൂസ് എന്ന് പറയുന്ന മറ്റൊരു അന്ധയാചകൻ വഴിയരികിൽ ഇരുന്നിട്ട് യേശു കടന്നു പോകുന്ന വഴിയിൽ ഈ അന്ധയാചകൻ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവാണ്, നസറായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നിലവിളി ഒത്തിരി പ്രധാനപ്പെട്ട നിലവിളിയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. പലരും അവനെ പിടിച്ചിരുത്താൻ നോക്കിയപ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ആ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വചനം ഇപ്രകാരം പറയുന്നു, യേശു അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നിലവിളിക്ക്, അവൻ്റെ ശബ്ദത്തിന് ദൈവത്തെ അവൻ്റെ പക്ഷത്ത് നിർത്താനായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഇതാണ്. ദൈവത്തെ നമ്മൾ പിടിച്ചു നിർത്തണമെങ്കിൽ, നമ്മുടെ പക്ഷത്ത് നിർത്തണമെങ്കിൽ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കണം, കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശത്രുക്കൾ പിന്തിരിയും. കാരണം കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കും. ഇന്ന് പലർക്കും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, ജീവിക്കുന്നവനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് ഞാനും നിങ്ങളും പ്രത്യേകമായിട്ട് തിരിച്ചറിയേണ്ട കാര്യമാണ്. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ ആ പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാനിരിക്കുന്ന പുത്രനായ യേശു ഉണ്ടെങ്കിൽ ആ പിതാവിനെയും പുത്രനെയും ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമ്മുടെ ആത്മാവിനെ ചേർത്ത് വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കടമ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് ഉയരുന്ന നിലവിളികളും പ്രാർത്ഥനകളും ഒരിക്കലും നിഷേധിക്കില്ല. കാരണം പരസ്യ ജീവിതകാലത്ത് ആരൊക്കെ അവൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചോ ആ നിലവിളിച്ചവർക്കൊക്കെ മുമ്പിൽ നിന്നുകൊടുത്ത ആ പുത്രനായ യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക, അതാണ് ദൈവത്തെ പക്ഷത്ത് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് പുത്രനായ യേശുവിൻ്റെ മുമ്പിലാണ്. ഈശോയാണ് പാപമോചകൻ, യേശുവാണ് പാപമോചകൻ. ആ പാപമോചകനായ യേശു നമ്മുടെ കുറവുകളും ബലഹീനതകളും ഏറ്റെടുക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ആ മുറിവ് ഏറ്റെടുത്ത ശേഷം പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ നമ്മുടെ നിലവിളി കേൾക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ, എൻ്റെ നാമം ഏറ്റുപറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലായിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ സമൂഹ പ്രാർത്ഥനകളിലും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാനുള്ള ഒരു കൃപയും അനുഗ്രഹവും ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. എത്ര ഉറപ്പോടെയാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം പറയുക, ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, കർത്താവിനെ രക്ഷിക്കും. സങ്കീർത്തനങ്ങൾ എഴുതുവാൻ കാരണമായ ദാവീദ് എന്ന് പറയുന്ന മഹാനായ രാജാവ് തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, കർത്താവ് എന്നെ രക്ഷിക്കും. എന്നിട്ട് പറയുകയാണ് 17-ാമത്തെ വചനം, സങ്കീർത്തനം 55:17 ഇപ്രകാരം പറയുന്നു, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തെ പക്ഷത്ത് നിർത്താൻ എങ്ങനെയാണ് നമ്മൾ നിലവിളിക്കേണ്ടത്? സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും. അതായത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒക്കെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആവലാതിപ്പെടും. എൻ്റെ സങ്കടങ്ങളും വേദനകളും കർത്താവിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കും. എന്നിട്ട് പറയുകയാണ്, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ പൗലോസ് പറയുന്നത് പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതായത് ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക, ഒരിക്കലും നിരാശപ്പെടരുത്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മധ്യാഹ്നത്തിലും പ്രഭാതത്തിലും സന്ധ്യാനേരത്തും പ്രാർത്ഥിക്കുക, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിരാശപ്പെടരുത്. പലരും പ്രാർത്ഥനയെ
നിർത്തിക്കളയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിക്കുന്നതിന് പല കാരണങ്ങളും പറയാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ദൈവം എൻ്റെ നിലവിളി കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ തിരിച്ചറിയുക, നീ ദൈവത്തെ നിൻ്റെ പക്ഷത്ത് നിർത്താനുള്ള ആഗ്രഹത്തോടെ നീ പ്രാർത്ഥിക്ക്. കർത്താവ് നിനക്ക് ഉത്തരം നൽകും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ 1-2 ദിവസം, 1-2 വർഷം, 10-15 വർഷം പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല പ്രാർത്ഥനാ ജീവിതം. നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ജീവിതാവസാനം വരെ തുടരുന്നതാണ്. എന്തിനാണ്? നിനക്ക് ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം, നിനക്ക് നിൻ്റെ ബോധത്തിൽ, നിൻ്റെ ബുദ്ധിയിൽ, കഴിവിൽ നീ നിലനിൽക്കുന്നിടത്തോളം കാലം, നീ ജീവിതകാലം മുഴുവൻ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തന്നിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും നിരാശരാകാൻ അവിടുന്ന് അനുവദിക്കില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നീ ജീവിതകാലം മുഴുവൻ, ചിലരുടെയൊക്കെ പ്രാർത്ഥന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാര്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനാ ജീവിതം അവസാനിച്ചു. പിന്നെ അടുത്ത പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരിക. അടുത്ത നാളിൽ കടന്നു വന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അവർ എന്നോട് വന്ന് പറഞ്ഞത്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു ജോലി കിട്ടാനുള്ള തടസ്സമുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ വന്ന് വചനം കേട്ട് ധ്യാനം കൂടി പെട്ടെന്ന് ആ ജോലിയുടെ തടസ്സം മാറിക്കിട്ടി. പക്ഷേ ഇപ്പോൾ അടുത്ത പ്രശ്നം വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു കാലയളവ്, ആ കാലയളവിൽ അവർ പറയുകയാണ്, ആ കാലയളവിൽ അച്ഛാ, ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ആ ഒരു തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്: നമ്മുടെ തീക്ഷ്ണത എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? അതായത് കുറവുകളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് തീക്ഷ്ണത ഉള്ളുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. കൃത്യസമയത്ത്, ആവശ്യ സമയത്ത് മാത്രം നമ്മൾ പോകേണ്ട ഒരാളാണോ ദൈവം? അല്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് ഒരിക്കലും നിർത്താതിരിക്കുക. അത് എൻ്റെ കടമയാണ്. എൻ്റെ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബോധം നഷ്ടപ്പെടുന്ന സമയം വരെ ഞാൻ ചെയ്യേണ്ട ഒരു കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുക. സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചാക്കിയിട്ട്, മനോഹരമായ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിട്ട്, എനിക്കറിയാൻ പാടില്ലാത്ത പലതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ദൈവത്തോട് പൂർണ്ണ വിധേയത്വമുള്ള വ്യക്തിയായി ജീവിക്കുന്നില്ലെങ്കിൽ അതിൽ എന്തോ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. സങ്കീർത്തനം 55:18 ഇപ്രകാരം പറയുന്നുണ്ട്: ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരക്കുന്നു, എങ്കിലും അവിടുന്ന് എന്നെ കാത്തുപരിപാലിക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരക്കുന്നു, അവിടുന്ന് എന്നെ കാത്തുപരിപാലിക്കും. കാരണം സങ്കീർത്തനം പറയുന്ന ഇതാണ്: ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും, അപ്പോൾ ദൈവം എൻ്റെ പക്ഷത്ത് നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 2 കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. കർത്താവിനെ വിളിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വിളിക്കുന്നതിന് മുമ്പ് നീ അനുതപിക്കണം, നീ വിശുദ്ധിയിലേക്ക് വരണം, നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം. അതായത് വിശുദ്ധിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവുമായിട്ട് ഒരു ബന്ധം, ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നീ നിൻ്റെ അപ്പൻ്റെ യഥാർത്ഥ മകനായിട്ട് മാറുന്നുള്ളൂ. എന്നിട്ട് വിളിക്കുമ്പോഴാണ് ആ വിളിക്ക് ദൈവം കൃത്യമായിട്ട് ഉത്തരം നൽകുക. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചിടാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടു, ഞാനും നിങ്ങളും ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്തണം. പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? കർത്താവിനെ നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ദൈവത്തെ കൂടെ നിർത്താൻ ദൈവം പറയുന്നത് അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്തുതിക്കാം. സ്തുതിയുടെ സിംഹാസനത്തിൽ വാണരുളുന്ന കർത്താവാണ് വിശുദ്ധ കുർബാനയിലെ ഈശോ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം ഈ വിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ട് ആരാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ
പ്രശ്നങ്ങളെയും വേദനകളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്തി നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ഉയർത്തിയ കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ നിരാശരാവുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പിതാവിൽ നിന്നുള്ള സഹായം ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്താൻ തടസ്സം നൽകുന്ന പാപത്തിൻ്റെ മേഖലകളെ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളും ബലഹീനതകളും എല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പാപബന്ധനങ്ങളും അഴിയട്ടെ. കർത്താവെ, രക്ഷിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടല്ല, കേൾക്കാനാവാത്ത വിധം അങ്ങയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമല്ല, ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയെയും ഞങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതിനാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. അങ്ങ് പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിക്കണമേ. ഇവരുടെ മേലുള്ള സകല പൈശാചിക ശക്തികളും അന്ധകാര ശക്തികളും ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ മേലുള്ള, ഈ മക്കളുടെ മേലുള്ള എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. കർത്താവേ, മ്ലേച്ഛതയുടെ വഴിയുടെ നടക്കുന്നവർ, പാപം, ദൈവത്തിനെതിരായിട്ടുള്ള പാപം ചെയ്യുന്നവർ, സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നവർ, സഹോദരങ്ങളോട് വിദ്വേഷവും പകയും വെച്ച് പുലർത്തി പാപം ചെയ്യുന്നവർ, കർത്താവേ, അവരുടെ മേഖലയുള്ള എല്ലാ കെട്ടുകളും അഴിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. കർത്താവേ, അങ്ങനെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഇവർക്ക് വിശുദ്ധീകരണവും വിടുതൽ നൽകണമേ. കർത്താവേ, അങ്ങേക്ക് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങ് തന്നെ വെട്ടിമാറ്റണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അങ്ങേക്ക് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും എടുത്തു മാറ്റണമേ. സൗഖ്യവും വിടുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമുക്ക് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല തീരുമാനങ്ങൾ എടുക്കാം. ദൈവം എൻ്റെ കൂടെ, സത്യവും നീതിയും, നീതിമാനും സത്യവാനും അതുപോലെ തന്നെ പരിശുദ്ധനുമായ ദൈവം എൻ്റെ കൂടെ നിൽക്കുവാൻ എനിക്കുള്ള കുറവുകളെ ഒന്നോർത്ത് അനുദപിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് ആ കുറവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ബോധ്യങ്ങൾ ലഭിക്കണം. അതായത് എനിക്കെന്ത് കുറവാണ് ഉള്ളത്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്, ആ കുറവുകളെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ആ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് നീ പരിശുദ്ധിയിലും വിശുദ്ധിയിലും ജീവിക്കണം. അതാണ് ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം. കർത്താവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ധാരാളമായി മക്കളിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നല്ല തീരുമാനങ്ങളെടുക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ നിന്ന് ആ തിന്മ മാറിപ്പോകട്ടെ. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ധൂർത്തപുത്രനെ പോലെ മടങ്ങി വന്ന് അങ്ങയോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള കൃപയും ശക്തിയും ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയെ കൃപയൊഴുകണമേ. കർത്താവേ, ഞങ്ങൾക്കറിയാം അങ്ങയിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നത്. വിശുദ്ധ കുർബാനയിലെ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും മാറിപ്പോകട്ടെ. കർത്താവേ, അങ്ങേക്ക് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങ് ആശീർവദിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനവര ഫലങ്ങൾ നിറയുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ. സമൃദ്ധിയുള്ള മക്കളായി മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് ശിരസ്സ് നമിക്കാം. പരിശുദ്ധ
പരമകാരുണ്യമേ, ഉള്ളിൽ